ഓരോ ദിവസവും നമ്മൾ ഉണരുന്നു, ജീവിക്കുന്നു, രാത്രി ഉറങ്ങുന്നു. പക്ഷേ നമ്മൾ ശരിക്കും ജീവിച്ചിരിക്കുകയാണോ? മരണമെന്നത് എല്ലാവർക്കും സംഭവിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അതൊരു വെറും അറിവ് മാത്രമായിരിക്കുമ്പോൾ നമ്മൾ എവിടെയാണ്? ഇന്നലത്തെ ഭാരവും നാളെയുടെ ആശകളും പേറി നമ്മൾ ഈ നിമിഷം ജീവിക്കാൻ മറന്നു പോവുകയല്ലേ? നിങ്ങളൊരു കുടിയനാണോ? ഒരുപക്ഷെ മദ്യപിച്ചത് കൊണ്ടായിരിക്കില്ലേ നിങ്ങൾ ലഹരിയിലായിരിക്കുന്നത്? പണത്തിൻ്റെ ലഹരി, അധികാരത്തിൻ്റെ ഭ്രാന്ത്, അഹംഭാവത്തിൻ്റെ മൂടൽമഞ്ഞ്, ഇവയെല്ലാം നിങ്ങളെ ഈ നിമിഷത്തിൽ നിന്ന് അകറ്റുന്ന ലഹരികളാണ്. സൂഫിസം പഠിപ്പിക്കുന്നത് അപകടങ്ങൾ കൂടാതെ തന്നെ എങ്ങനെ വർത്തമാനത്തിൽ ഉണർന്നിരിക്കാം എന്നാണ്. ഭൂതകാലം എന്നത് കത്തിക്കരിഞ്ഞ ഒരു കത്ത് പോലെയാണ്. അത് തിരുത്താനോ അതിൽ പുതിയത് എഴുതാനോ നമുക്കാവില്ല. ആ ചാരവും പേറി നടക്കാതെ ഈ നിമിഷത്തിൻ്റെ വെളിച്ചത്തിലേക്ക് നടക്കുക. നിങ്ങൾ ശരിക്കും ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രിയ സുഹൃത്തുക്കളെ, ദിവ്യബോധത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ നമ്മൾ ഉറക്കമുണർന്നപ്പോൾ, ജനാലയിലൂടെ പുറത്തെ വെളിച്ചം കണ്ടപ്പോൾ ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിരുന്നു, ഒരുപക്ഷെ ഇതിൻ്റെ അവസാനത്തെ പ്രഭാതമായിരിക്കുമെന്ന്. പക്ഷേ മരണത്തെക്കുറിച്ച് ഓർക്കാൻ നമുക്ക് ഭയമാണ്. എന്നാൽ സൂഫി ദർശനം പറയുന്നത് മരണത്തെ മുഖാമുഖം കാണുന്നവന് മാത്രമേ ജീവിതത്തെ അതിൻ്റെ പൂർണ്ണതയിൽ പ്രണയിക്കാൻ കഴിയൂ എന്നാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സൂഫിസത്തെക്കുറിച്ചല്ല, മറിച്ച് സൂഫിസം എന്ന ജാലവിദ്യയെക്കുറിച്ചാണ്. വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ സൂഫി ഗുരു ഉവൈസിനോട് ഒരാൾ ചോദിച്ചു, അല്ലയോ ഗുരു, അങ്ങേക്ക് എങ്ങനെയാണ് ഈ ജീവിതം അനുഭവപ്പെടുന്നതെന്ന്. ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ഗുരു ചിരിച്ചുകൊണ്ട് നൽകിയ മറുപടി അതിനിഗൂഢമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, രാവിലെ ഉണർന്നെഴുന്നേൽക്കുകയും എന്നാൽ വൈകുന്നേരമാവുമ്പോഴേക്കും താൻ മരിച്ചു കഴിഞ്ഞിരിക്കുമോ എന്ന് അറിയാതിരിക്കുകയും ചെയ്യുന്ന ഒരുവനെ പോലെയാണെന്ന്. ചോദ്യം ചോദിച്ചയാൾ അമ്പരന്ന് പോയി. അതിലിപ്പോൾ എന്ത് പ്രത്യേകതയാണുള്ളത്? എല്ലാ മനുഷ്യരുടെയും അവസ്ഥ ഇതുതന്നെയല്ലേ എന്ന് അയാൾ തിരിച്ചു ചോദിച്ചു. അപ്പോൾ ഉവൈസ് പറഞ്ഞത്, എല്ലാവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്, പക്ഷേ എത്ര പേർക്ക് അത് ശരിക്കും അനുഭവപ്പെടുന്നുണ്ടെന്ന്. പ്രിയമുള്ളവരെ, ഇവിടെയാണ് സൂഫിസം തുടങ്ങുന്നത്. മരണത്തെ ഒരു വിവരമായി അറിയുന്നതല്ല, അതൊരു അനുഭവമായി മാറുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ തുള്ളിക്കും അമൃതിൻ്റെ രുചിയാണ് ഉണ്ടാവുക. നമ്മുടെ മനസ്സെന്നത് എപ്പോഴും ഒരു പിന്തിരിപ്പൻ സഞ്ചാരിയാണ്. ഒന്നുകിൽ അത് ഭൂതകാലത്തിൻ്റെ ശ്മശാനങ്ങളിലേക്ക് പോയി കരയും, അല്ലെങ്കിൽ ഭാവിയുടെ കൊട്ടാരങ്ങൾ പണിയാൻ വെമ്പും. പക്ഷെ സത്യം എപ്പോഴും ഈ നിമിഷത്തിലാണ്. ഭൂതകാലം എന്നതൊരു കരിഞ്ഞ കത്ത് പോലെയാണ്, നമുക്കതിൽ ഒന്നും തിരുത്താനാവില്ല. ഭാവി എന്നതോ വരാത്ത ഒരു അതിഥിയുമാണ്. സൂഫിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ മാത്രമാണ് സത്യം. ഈ നിമിഷത്തിൽ പൂർണ്ണമായി അലിയുമ്പോൾ നമ്മൾ ദൈവവുമായി ഒന്നാകുകയാണ്. നമുക്ക് ഈ ഉണർവുകൾ ലഭിക്കാത്തതിൻ്റെ കാരണം നമ്മൾ ലഹരിയിലാണ് എന്നതാണ്. മദ്യം കഴിച്ചവർ മാത്രമല്ല ലഹരിയിലുള്ളത്. ഓഷോ ഒരു മനോഹരമായ കഥ പറയുന്നുണ്ട്. ഒരിക്കലൊരു വഴിപോക്കൻ ഒരാളോട് പോസ്റ്റ് ഓഫീസിലേക്കുള്ള വഴി ചോദിക്കുകയുണ്ടായി. അയാളൊരു കുടിയനായിരുന്നു. അയാൾ പറഞ്ഞു, നേരെ പോയി ഇടത്തോട്ട് തിരിയുക, അല്ല വലത്തോട്ട്. ഏയ് അതല്ല,
ഒടുവിൽ അയാൾ തന്നെ പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഈ വഴിയിലൂടെ പോയാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ എത്തില്ല എന്ന്. നമ്മുടെ അവസ്ഥയും ഇത് തന്നെയല്ലേ? പണത്തിൻ്റെ ലഹരി, അധികാരത്തിൻ്റെ ഭ്രാന്ത്, അഹംഭാവത്തിൻ്റെ ലഹരി, ഇവയെല്ലാം നമ്മെ ഒരു മൂടൽ മഞ്ഞിലെന്ന പോലെ തളച്ചിട്ടിരിക്കുകയാണ്. ഉറക്കത്തിൽ നടക്കുന്നു എന്നല്ലാതെ നമ്മൾ ശരിക്കും ജീവിക്കുന്നുണ്ടോ? സൂഫിസം എന്നത് ഒരു അപകടകരമായ വഴി എന്നാണ് പറയാറുള്ളത്. കാരണം അത് അഹംഭാവത്തിൻ്റെ ആത്മഹത്യയാണ്. നമ്മൾ ദൈവത്തോടടുക്കും തോറും നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കും. അവിടെ മഞ്ഞുതുള്ളി കടലിൽ വീഴുമ്പോൾ അതില്ലാതാകുന്നു, പക്ഷേ അത് കടലായി മാറുന്നുണ്ട്. ആ അലിഞ്ഞു ചേരലിനെയാണ് സൂഫികൾ പ്രണയമെന്ന് വിളിക്കുന്നത്. സ്വയം മരിക്കാൻ തയ്യാറുള്ളവന് മാത്രമേ ജീവിക്കാനും അവകാശമുള്ളൂ. ആ മരണം ശാരീരികവുമല്ല, മറിച്ച് ഞാനെന്ന ഭാവത്തിൻ്റെ മരണമാണ്. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ സംസാരിച്ചത് ജീവിതമെന്ന ജാലവിദ്യയെക്കുറിച്ചും വർത്തമാന നിമിഷത്തിൻ്റെ വിലയെക്കുറിച്ചുമൊക്കെയാണ്. ഇനി നാം കടക്കുന്നത് അതിലും വിപ്ലവാത്മകമായ ഒരു വിഷയത്തിലേക്കാണ്. നമ്മുടെ ഈ ലോകത്ത് പതിനായിരക്കണക്കിന് മതങ്ങളുണ്ട്, ലക്ഷക്കണക്കിന് ആചാരങ്ങളുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്രയധികം മതങ്ങളുണ്ടായിട്ടും മനുഷ്യൻ്റെ ഉള്ളിൽ മാത്രം സമാധാനമില്ലാത്തത്? ഇവിടെയാണ് സൂഫിസം അതിൻ്റെ മറുപടി നൽകുന്നത്. മതമെന്നത് ഒരു പൂവിൻ്റെ ഇതളുകൾ പോലെയാണെങ്കിൽ സൂഫിസം എന്നത് അതിൻ്റെ സുഗന്ധമാണെന്ന്. ഒരിക്കലൊരു മുസ്ലിം പണ്ഡിതൻ ഓഷോയെ സമീപിച്ചു ചോദിച്ചു, നിങ്ങളൊരു മുസ്ലിം അല്ലല്ലോ, പിന്നെന്തിനാണ് സൂഫിസത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തുന്നതെന്ന്. അതിന് ഓഷോ നൽകിയ മറുപടി ഹൃദയസ്പർശിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുസ്ലിം അല്ല എന്നത് വ്യക്തമാണ്, പക്ഷെ ഞാൻ ഒരു മുസ്ലിം അല്ലെങ്കിലും ഒരു സൂഫി അല്ലാതായിരിക്കുന്നില്ല എന്നാണ്. നമ്മൾ കരുതുന്നത് സൂഫിസം എന്നത് ഇസ്ലാം മതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണെന്നാണ്. എന്നാൽ സത്യമതല്ല. സൂഫിസം ഒരു മതത്തിൻ്റെയുമല്ല. മുഹമ്മദ് നബി ഒരു സൂഫിയായിരുന്നു, ക്രിസ്തു ഒരു സൂഫിയായിരുന്നു, ബുദ്ധനും കൃഷ്ണനും സൂഫികളായിരുന്നു. ഒരു മതത്തിലും പെടാതിരുന്നിട്ടും ആത്മീയതയുടെ ഉന്നതിയിലെത്തിയ എല്ലാവരെയും നമുക്ക് സൂഫികളെന്ന് വിളിക്കാം. സൂഫിസം എന്നത് ഒരു മതത്തോടും കടപ്പെട്ടിട്ടില്ല. പക്ഷേ എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് സൂഫിസം ഉള്ളതുകൊണ്ടുമാണ്. ഇതൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മനുഷ്യ ശരീരം, അതിൽ ജീവനുള്ളപ്പോൾ മാത്രമേ നമ്മൾ അതിനെ സ്നേഹിക്കൂ. ജീവൻ പോയി കഴിഞ്ഞാൽ അത് വെറും ഒരു ജഡമാണ്. മതമെന്നതൊരു ജഡം പോലെയാണ്. ആചാരങ്ങൾ, വസ്ത്രങ്ങൾ, നിയമങ്ങൾ, ആരാധനാലയങ്ങൾ, ഇതെല്ലാം മതത്തിൻ്റെ ശരീരമാണ്. ഇതിലേക്ക് പ്രണയത്തിൻ്റെയും ഉണർവിൻ്റെയും ജീവൻ ഊതി വീർപ്പിക്കുമ്പോഴാണത് സൂഫിസമാകുന്നത്. സൂഫിസമില്ലാത്ത മതം വെറും ചടങ്ങുകൾ മാത്രമാണ്. അതിൽ സൃഷ്ടാവില്ല, കേവലം പുരോഹിതന്മാർ മാത്രമേയുള്ളൂ. സാധാരണ മതങ്ങൾ ദൈവത്തെ അവതരിപ്പിക്കുന്നത് നമ്മെ വിറപ്പിക്കുന്ന ഒരു വിധികർത്താവായാണ്. എന്നാൽ സൂഫികൾ ദൈവത്തെ കാണുന്നത് ഒരു കാമുകനായിട്ടാണ്. ദൈവവുമായുള്ള ആത്മബന്ധമാണത്. അവിടെ ആചാരങ്ങളില്ല, പ്രായശ്ചിത്തങ്ങളില്ല, ബലികളില്ല. അവിടെയുള്ളത് ഹൃദയത്തോട് നടത്തുന്ന ഒരു സ്വകാര്യ സംഭാഷണം മാത്രമാണ്. സൂഫിസം എന്നത് യാതൊരുവിധ സിദ്ധാന്തങ്ങളാലും നിയന്ത്രിക്കപ്പെടുന്നില്ല. അതുകൊണ്ടാണ് സൂഫിക്ക് എവിടെയും ഏതു രൂപത്തിലും നിലനിൽക്കാൻ കഴിയുന്നത്. അയാൾക്ക് പള്ളിയിൽ പോകണമെന്നില്ല. അയാളുടെ ഹൃദയം തന്നെ ഒരു ദേവാലയമാണ്. സൂഫിസം അപകടകരമാണെന്ന് പറയുന്നതിൻ്റെ കാരണം അത് നമ്മെ ഇല്ലാതാക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും നമ്മൾ ആവിയായി തീരാൻ തുടങ്ങും. നമ്മൾ വറ്റി വളരുന്ന ഒരു മഞ്ഞുതുള്ളി പോലെയാണ്. സൂര്യപ്രകാശം തട്ടുമ്പോൾ മഞ്ഞുതുള്ളി അവിടെ ഇല്ലാതാകും. പക്ഷേ അത് ഇല്ലാതാകുന്നത് പ്രപഞ്ചത്തിൻ്റെ വിശാലതയിലേക്കാണ്.
ദൈവത്തിൽ മരിക്കുക എന്നതാണ് വാസ്തവത്തിൽ ജീവിക്കാനുള്ള ഏക വഴി. നമ്മളിപ്പോൾ ജീവിക്കുന്നതെല്ലാം വെറും സാധാരണ ജീവിതമാണ്, നിഷ്ഫലമായ ജീവിതം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു നൃത്തമോ കവിതയോ ആഘോഷമോ ഉണരുന്നില്ല. കാരണം നമ്മൾ നമ്മളെ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഞാനെന്ന തടസ്സം മാറുമ്പോൾ മാത്രമേ ഈ പ്രപഞ്ചം നമ്മളിലൂടെ ഒഴുകാൻ തുടങ്ങുകയുള്ളൂ. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ, മതങ്ങളുടെ അതിരുകൾക്കപ്പുറമുള്ള ഒരു വലിയ പ്രകാശത്തെ തിരയുക എന്ന് പറയുന്നത്. നമ്മളൊരു മുസ്ലിമോ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ ആയിരുന്നോളൂ, പക്ഷേ ആ ശരീരത്തിനുള്ളിൽ ഒരു സൂഫിയുടെ ഹൃദയം സൂക്ഷിക്കണം നമ്മൾ. ഇനി നമുക്ക് സൂഫി എന്ന വാക്കിന് പിന്നിലെ നിഗൂഢമായ 4 അർത്ഥങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മുടെ ജീവിതത്തെ എങ്ങനെയാണ് മാറ്റുന്നതെന്നും നോക്കാം. നമ്മുടെ ഹൃദയത്തിൽ ആ ദിവ്യബോധം ഉണരട്ടെ. നമ്മളിപ്പോൾ ജീവിതത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. ഇനി നമ്മളൊരു നിഘണ്ടു പരിശോധിക്കാൻ പോകുകയാണ്. ഇതൊരു സാധാരണ നിഘണ്ടുവല്ല, ഹൃദയത്തിൻ്റെ നിഘണ്ടുവാണ്. സൂഫി എന്ന ഒരൊറ്റ വാക്കിന് പിന്നിൽ 4 വ്യത്യസ്ത ലോകങ്ങളുണ്ട്. ഈ 4 അർത്ഥങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ ആരാണെന്നും നമ്മൾ ആരാകണമെന്നും നമുക്ക് ബോധ്യപ്പെടും. സൂഫി എന്ന വാക്ക് വന്നത് സൂഫ് എന്ന വാക്കിൽ നിന്നാണ്. ഇതിനർത്ഥം കമ്പിളി എന്നാണ്. പണ്ട് സൂഫികൾ മൃഗങ്ങളുടെ രോമം കൊണ്ട് നിർമ്മിച്ച പരുക്കൻ കമ്പിളി വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എന്തുകൊണ്ടായിരിക്കും അവർ ഇത് തിരഞ്ഞെടുത്തിട്ടുണ്ടാകുക? കമ്പിളി മൃഗങ്ങളുടെ അടയാളമാണ്. ഇവിടെ സൂഫിസം പറയുന്നത് ഒരു മൃഗത്തെ പോലെ നിഷ്കളങ്കനാകുക എന്നതാണ്. അതായത് മൃഗങ്ങൾക്ക് പാപത്തെക്കുറിച്ച് അറിയില്ല, അവയ്ക്ക് അഹങ്കാരം എന്നതിനെക്കുറിച്ചും അറിയില്ല. അവ പ്രകൃതിയോട് ചേർന്ന് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ പണ്ഡിതനാകുക എന്നതല്ല, മറിച്ചൊരു കൊച്ചു കുട്ടിയെപ്പോലെ അല്ലെങ്കിൽ ഒരു മൃഗത്തെ പോലെ നിഷ്കളങ്കനാകുക എന്നതാണ് സൂഫിസത്തിൻ്റെ ഒന്നാമത്തെ പാഠം. നമ്മൾ എപ്പോൾ തിരഞ്ഞെടുപ്പുകൾ ഒഴിവാക്കുന്നുവോ അപ്പോൾ നമ്മൾ പ്രകൃതിയുമായി ഒന്നാകും. രണ്ടാമത്തെ അർത്ഥം സഫ എന്നാണ്. ഇതിനർത്ഥം പരിശുദ്ധി എന്നാണ്. പക്ഷേ ഇതൊരു സദാചാരവാദിയുടെ പരിശുദ്ധിയല്ല. നമ്മുടെ മനസ്സിൽ നിന്ന് എല്ലാ ചിന്തകളും ആശയങ്ങളും ഒഴിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൂന്യതയില്ലേ, ആ ശൂന്യതയാണ് ഈ പരിശുദ്ധി. ഒരു കണ്ണാടിയിൽ പൊടിയില്ലാത്തപ്പോൾ അത് പരിശുദ്ധമാണ്. അതുപോലെ നമ്മുടെ ഹൃദയത്തിൽ ഞാനെന്ന പൊടിപടലങ്ങൾ ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ സഫ എന്ന അവസ്ഥയിലെത്തും. ഒരു സൂഫിക്ക് സമുദായത്തിന് മുൻപിൽ പരിശുദ്ധനാകണമെന്നില്ല, പക്ഷേ ദൈവത്തിന് മുൻപിൽ അയാൾ സുതാര്യനാണ്. മൂന്നാമത്തേത് സൂഫിയ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനെന്ന് അർത്ഥം. ഇതാണ് ഏറ്റവും മനോഹരമായ അർത്ഥം. സാധാരണഗതിയിൽ നമ്മൾ കരുതുന്നത് നമ്മൾ ദൈവത്തെ തിരയുന്നു എന്നാണ്. അങ്ങനെയല്ലേ? എന്നാൽ സൂഫികൾ പറയുന്നത് ദൈവം നമ്മെ തിരയുന്നു എന്നാണ്. ദൈവം നമ്മളെ ഒരു സുഹൃത്തായി തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ അവനോടുള്ള ദാഹം തുടങ്ങുന്നത്. നമ്മളൊരു ഗുരുവിനെ തിരയുന്നതല്ല, ഗുരു നമ്മളെയാണ് കണ്ടെത്തുന്നത്. സൂഫിയ എന്നാൽ ദൈവത്തിൻ്റെ വിളി കേട്ടവൻ എന്നുകൂടി അർത്ഥമുണ്ട്. നിങ്ങൾക്ക് ദൈവത്തോട് പ്രേമം തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പിക്കുക, അവൻ നിങ്ങളെ നേരത്തെ തന്നെ തിരഞ്ഞെടുത്തു കഴിഞ്ഞുവെന്ന്. നാലാമത്തെ അർത്ഥം ഗ്രീക്ക് പദമായ സുഫിയയിൽ നിന്നാണ്. മൂന്നാമത്തത് സൂഫിയ എന്നാണ്, നാലാമത്തത് സുഫിയ. ഇതിനർത്ഥം ദീക്ഷണ അല്ലെങ്കിൽ ജ്ഞാനമെന്നാണ്. ഇത് പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അറിവല്ല. ഒരു പണ്ഡിതന് അറിവുണ്ടാകും, പക്ഷേ സൂഫിക്ക് ബോധമാണുള്ളത്. അറിവെന്ന് പറയുന്നത് നമ്മൾ കടം വാങ്ങിയതാണ്, എന്നാൽ ദീക്ഷണം നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉറവെടുക്കുന്നതാണ്.
നമ്മൾ സ്വയം ഒരു വെളിച്ചമായി മാറുന്ന അവസ്ഥയാണിത്. സത്യത്തെക്കുറിച്ച് കേൾക്കുന്നതല്ല, സത്യത്തെ നേരിട്ട് കാണുന്നതാണ് ഈ അവസ്ഥ. പ്രിയമുള്ളവരെ, ഈ 4 അർത്ഥങ്ങളും ചേർന്ന് നിൽക്കുമ്പോഴാണ് ഒരാൾ പൂർണ്ണനായ സൂഫിയായി മാറുന്നത്. നിഷ്കളങ്കതയും പരിശുദ്ധിയും ദൈവത്തിൻ്റെ വിളിയും ആത്മീയ ജ്ഞാനവും. ഈ 4 വാതിലുകളും നമ്മുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലെ ഭയം സ്നേഹത്തിന് തടസ്സമാകുന്നത് എന്നാണ്. ഭയമില്ലാത്ത ഒരു ഹൃദയത്തിന് മാത്രമേ ദൈവത്തെ പ്രണയിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങളുടെ ഹൃദയമിടപ്പിൽ ആ ദിവ്യ സംഗീതം നിറയട്ടെ. നമ്മൾ അല്പം മുൻപ് സൂഫിസത്തിൻ്റെ അർത്ഥതലങ്ങളെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഇനി നമ്മൾ നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും വലിയ തടസ്സത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതാണ് ഭയം. മതങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ദൈവഭയമുള്ളവൻ ആകാനാണ്. എന്നാൽ സൂഫി ചോദിക്കുന്നു, നിങ്ങൾ പ്രണയിക്കുന്ന ഒരാളെ നിങ്ങൾക്ക് എങ്ങനെ ഭയപ്പെടാൻ കഴിയുമെന്ന്. ഭയമുള്ളിടത്ത് സ്നേഹമില്ല, സ്നേഹമുള്ളിടത്ത് ഭയവുമില്ല. ഈ കുറച്ചു സമയം നമ്മൾ ഭയത്തിൻ്റെ തടവറയിൽ നിന്ന് സ്നേഹത്തിൻ്റെ ആകാശത്തിലേക്ക് പറക്കാൻ പഠിക്കുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മളൊരു വ്യക്തിയെ ഭയപ്പെടുകയാണെങ്കിൽ നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയുമോ? എനിക്ക് കഴിയില്ല. ഭയം നമ്മളെ അവരിൽ നിന്ന് അകറ്റും. മറിച്ച് സ്നേഹം നമ്മളെ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ദൈവത്തെ ഭയപ്പെടുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. നരകത്തെപ്പറ്റിയുള്ള ഭയമോ സ്വർഗത്തെപ്പറ്റിയുള്ള മോഹമോ കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ വെറും കച്ചവടമാണ്. അവിടെ ദൈവമില്ല, നമ്മുടെ സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. ദൈവഭയമുള്ളവൻ എന്ന വാക്ക് തന്നെ അർത്ഥശൂന്യമാണെന്ന് സൂഫിസം പ്രഖ്യാപിക്കുന്നുണ്ട്. മറിച്ച് നിങ്ങൾ ദൈവസ്നേഹിയാകുക, ഒരിക്കലും നിങ്ങൾ ഭയപ്പെടുന്നവനാകരുതെന്ന് സൂഫിസം പറയുന്നു. നമ്മുടെ ഭക്തി പലപ്പോഴും എത്രത്തോളം കൃത്രിമമാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥയുണ്ട്. ഒരിക്കലൊരാൾ ഒരു പാർട്ടിക്ക് പോകാൻ വേണ്ടി ചെകുത്താൻ്റെ വേഷം കെട്ടി. വഴിയിൽ വെച്ച് മഴ പെയ്തപ്പോൾ അയാൾ അടുത്തുള്ള ഒരു പള്ളിയിലേക്ക് ഓടിക്കയറി. ഭീകരരൂപിയായ ചെകുത്താൻ പള്ളിയിലേക്ക് വരുന്നത് കണ്ട് വിശ്വാസികൾ പ്രാണരക്ഷാർത്ഥം ഓടി. എന്നാൽ ഒരു സ്ത്രീയുടെ വസ്ത്രം കസേരയിൽ കുടുങ്ങിപ്പോയി. ചെകുത്താൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, ചെകുത്താനെ, കഴിഞ്ഞ 20 കൊല്ലമായി ഞാൻ പള്ളിയിൽ വരുന്നുണ്ടെങ്കിലും സത്യത്തിൽ ഞാൻ എപ്പോഴും നിൻ്റെ പക്ഷത്തായിരുന്നു എന്ന്. ഇതാണ് നമ്മുടെ അവസ്ഥ. നമ്മൾ പുറമേ ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഭയവും അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളുമാണ് കൊണ്ടു നടക്കുന്നത്. അടിച്ചമർത്തപ്പെട്ട വികാരങ്ങൾ നമ്മെ കപട വിശ്വാസികളാക്കി മാറ്റുന്നു. ഒരു സൂഫിക്ക് മുഖംമൂടികളില്ല. അയാൾ തൻ്റെ പാപത്തോടും പുണ്യത്തോടും കൂടെ ദൈവത്തിനു മുമ്പിൽ നഗ്നനായി നിൽക്കുകയാണ്. പ്രശസ്ത ചിന്തകൻ നീഷെ ഒരിക്കൽ പറഞ്ഞു, ദൈവം മരിച്ചിരിക്കുന്നു, ഇനി മനുഷ്യൻ സ്വതന്ത്രനാണ്. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകുക? കാരണം മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഒരു പോലീസുകാരനായിട്ടാണ് മതം ദൈവത്തെ അവതരിപ്പിച്ചത്. അങ്ങനെയുള്ള ഒരു ദൈവം മരിച്ചാൽ മാത്രമേ മനുഷ്യന് സ്വതന്ത്രനാകാൻ കഴിയൂ എന്ന് അദ്ദേഹം കരുതി. എന്നാൽ സൂഫി പറയുന്നു, ദൈവം മരിക്കേണ്ടതില്ല, നിങ്ങളിലെ ഭയം മരിച്ചാൽ മതി. ഭയമില്ലാത്ത മനുഷ്യന് മാത്രമേ ആധികാരികമായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അയാൾക്ക് നരകത്തെ പേടിയില്ല, കാരണം അയാൾ ഇപ്പോൾ തന്നെ സ്വർഗത്തിലാണ്, പ്രണയത്തിൻ്റെ സ്വർഗത്തിൽ. സ്നേഹത്തിൻ്റെ പരമകാഷ്ഠ, സ്നേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ ഒരു സൂഫിയായിരുന്നു മൻസൂർ അൽ ഹല്ലാജ്. അനൽ ഹഖ്, ഞാൻ സത്യമാകുന്നു എന്ന് വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. മരിക്കാൻ നേരവും അദ്ദേഹം ചിന്തിക്കുകയായിരുന്നു. അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, എന്താണ് സൂഫിസത്തിലെ പരമമായ അനുഭവമെന്ന്. അദ്ദേഹം പറഞ്ഞു, അത് നാളെ നിങ്ങൾ കാണും. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ മുറിച്ചു മാറ്റപ്പെടുമ്പോഴും അദ്ദേഹം പറഞ്ഞു, ഇതാണ് ആ പരമമായ അനുഭവം.
ദൈവത്തിനു വേണ്ടി സ്വയം ഇല്ലാതാകുന്നത്. സമൂഹം കപടതയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് സത്യം പറയുന്ന സൂഫിയെ അവർക്ക് സഹിക്കാൻ കഴിയില്ല. പക്ഷേ ആ അഗ്നിയിൽ ദഹിക്കപ്പെടാൻ തയ്യാറുള്ളവർക്ക് മാത്രമേ സത്യത്തിൻ്റെ രുചി അറിയാൻ കഴിയുള്ളൂ. സുഹൃത്തുക്കളെ, നമ്മുടെ ഉള്ളിലെ ഭയത്തെ സ്നേഹം കൊണ്ട് കഴുകിക്കളയണം. ഭയമെന്നതൊരു ഇരുട്ടാണ്, സ്നേഹം ഒരു വെളിച്ചവുമാണ്. വെളിച്ചം വരുമ്പോൾ ഇരുട്ട് താനെ ഇല്ലാതാകും. എന്താണ് ഈ ആത്മീയ യാത്രയിലെ ഗുരുവിൻ്റെയൊക്കെ റോൾ? ഒരു ഗുരു എങ്ങനെയാണ് നമ്മുടെ ഹൃദയത്തിലെ വിളക്ക് കൊളുത്തുന്നത്? സിൽസില അല്ലെങ്കിൽ ആത്മീയ പരമ്പര എന്നാൽ എന്താണ് എന്ന് നമുക്ക് ചർച്ച ചെയ്യാം. നിങ്ങളുടെ ജീവിതം ഭയരഹിതമാകട്ടെ. നമ്മൾ ഇതുവരെ സംസാരിച്ചത് വ്യക്തിപരമായ ഉണർവിനെക്കുറിച്ചും ഭയത്തെ മറികടക്കുന്നതിനെക്കുറിച്ചുമാണ്. എന്നാൽ ഇവിടെ ഒരു ചോദ്യം ബാക്കിയുണ്ട്. എനിക്ക് തനിയെ ഈ യാത്ര പൂർത്തീകരിക്കാൻ കഴിയുമോ എന്ന്. എന്തിനാണ് നമുക്കൊക്കെ ഒരു ഗുരു? സൂഫിസത്തിൽ ഇതിന് സിൽസില എന്ന് വിളിക്കുന്നു. അതായത് ഒരു ചങ്ങലയിലെ കണ്ണികൾ പോലെ പടരുന്ന ആത്മീയ പരമ്പര. നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാക്കുകൾക്കതീതമായ ഈ വിനിമയത്തെക്കുറിച്ചാണ്. സൂഫികൾ അവരുടെ ആത്മീയ പാരമ്പര്യത്തെ സിൽസില എന്നാണ് വിളിക്കുന്നത്. ഹിന്ദു ദർശനങ്ങൾ ഇതിനെ പരമ്പര എന്ന് പറയും. ഇത് വെറുമൊരു അറിവ് കൈമാറൽ മാത്രമല്ല, ഒരു മെഴുകുതിരിയിൽ നിന്ന് മറ്റൊരു മെഴുകുതിരിയിലേക്ക് വെളിച്ചം പകരുന്നത് പോലെയാണത്. നമുക്ക് സൂഫിസത്തെക്കുറിച്ച് 1000 പുസ്തകങ്ങൾ വായിക്കാം. പക്ഷേ ആ രുചി ലഭിക്കണമെങ്കിൽ ജ്ഞാനോദയം ലഭിച്ച ഒരു ഗുരുവിൻ്റെ സാമീപ്യം നമുക്ക് ആവശ്യമാണ്. പുസ്തകങ്ങൾക്കും ഇതുപോലെയുള്ള വീഡിയോകൾക്കും നമ്മളെ വിവരമുള്ളവനാക്കാൻ കഴിയും. പക്ഷേ ഒരു ഗുരുനാഥന് മാത്രമേ നമ്മെ പരിവർത്തനപ്പെടുത്തുവാൻ കഴിയുകയുള്ളൂ. ഗുരുവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെയാണ് അവിടെ കാണുക. സാധാരണ നമ്മൾ കരുതുന്നത് ഞാനൊരു ഗുരുവിനെ കണ്ടെത്തിയെന്നാണ്. എന്നാൽ സൂഫിസം പറയുന്നത് നേരെ തിരിച്ചാണ്. ഗുരുവാണ് ശിഷ്യനെ തിരഞ്ഞെടുക്കുന്നതെന്ന്. നമ്മളാണെങ്കിൽ ഒരു ഗുരുവിനെ തിരഞ്ഞെടുക്കുവാൻ എന്ത് മാനദണ്ഡമാണ് ഉപയോഗിക്കുക? നമ്മുടെ ബുദ്ധി ഉപയോഗിച്ചാണ്. എന്നാൽ ബുദ്ധിക്കും അപ്പുറത്തുള്ള ഒരാളെ കണ്ടെത്താൻ നമ്മുടെ ബുദ്ധിക്കൊരിക്കലും കഴിയില്ല. നമ്മൾ തിരഞ്ഞെടുത്തതെന്ന് നമുക്ക് തോന്നാം, പക്ഷേ ആ കാന്തശക്തി നമ്മളെ ആകർഷിച്ചത് അദൃശ്യമായ ഒരു തലത്തിൽ നിന്നാണ്. നമ്മൾ അറിയുന്നതിന് മുൻപ് തന്നെ ഗുരു നമ്മളെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാകും. ദിവ്യബോധം തേടിയുള്ള നിങ്ങളുടെ ഈ യാത്ര പോലും അത്തരമൊരു തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാണ്. സൂഫിസം എന്നതൊരു നിശബ്ദ സംഭാഷണമാണെന്നേ. സെൻ ബുദ്ധിസത്തിലെ പോലെ വാക്കുകൾ ഉപയോഗിക്കാതെ ഹൃദയം കൊണ്ട് നടത്തുന്ന ഒരു ആശയവിനിമയമാണ്. ഇതിനെ വാക്കുകൾക്കതീതമായ സംപ്രേഷണം എന്ന് വിളിക്കാം. ഗുരു സംസാരിക്കുന്നത് നമ്മളുടെ ചെവികളോടല്ല, മറിച്ച് നമ്മുടെ ആത്മാവിനോടാണ്. ചിലപ്പോൾ അദ്ദേഹം നിശബ്ദനായിരുന്നേക്കാം, ചിലപ്പോൾ അദ്ദേഹം ചിരിച്ചേക്കാം. പക്ഷേ ആ നിശബ്ദതയിൽ നമുക്കറിയാത്ത എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിലേക്ക് പകർത്തപ്പെടും. അതൊരു ജാലവിദ്യയാണ്. ആ ജാലവിദ്യ സംഭവിക്കണമെങ്കിൽ ശിഷ്യനൊരു ശൂന്യമായ പാത്രം പോലെ ഗുരുവിന് മുമ്പിൽ ഇരിക്കണം. ഓഷോ പറയുന്ന ഒരു പ്രധാന കാര്യമുണ്ട്: ഈ സ്ഥലം ഭീരുക്കൾക്കുള്ളതല്ല എന്ന്. കപടഭക്തർക്കോ പദവികൾ മോഹിക്കുന്നവർക്കോ സൂഫിസം വഴങ്ങുകയില്ല എന്ന്. ഇത് ദൈവാനുരാഗികൾക്കുള്ളതാണ്. ദൈവത്തോടുള്ള പ്രണയം എന്നത് ഒരു സാഹസിക യാത്രയാണ്. അതുകൊണ്ടാണ് സാഹസികരായ ആളുകൾ മാത്രം ഗുരുവിനടുത്തേക്ക് ആകർഷിക്കപ്പെടുന്നത്. സുരക്ഷിതമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്നവർക്ക് ആചാരങ്ങൾ തന്നെ ധാരാളമാണ്. എന്നാൽ സത്യമറിയണമെന്ന ദാഹമുള്ളവർക്ക് ആ തീയിൽ ദഹിക്കാൻ തയ്യാറുള്ള ഒരു ഹൃദയം വേണം.
സുഹൃത്തുക്കളെ, ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നാൽ നമ്മെ തന്നെ കണ്ടെത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ആ വിരലുകൾ ചൂണ്ടുന്നത് നമ്മുടെ ഉള്ളിലെ പ്രകാശത്തിലേക്കാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂഫിസത്തിൻ്റെ 3 നെടുംതൂണുകളെക്കുറിച്ചാണ്. എളിമ, പങ്കുവയ്ക്കൽ, സത്യസന്ധത എന്നീ 3 കാര്യങ്ങൾ എങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് നമുക്ക് നോക്കാം. നമുക്കുള്ളിലെ ഗുരു ഉണരട്ടെ. നമ്മളിപ്പോൾ ജീവിതത്തെയും പ്രണയത്തെയും ഗുരുവിനെക്കുറിച്ചെല്ലാം സംസാരിച്ചു. എന്നാൽ ഒരു സൂഫിയുടെ ജീവിതം പുറമേ നിന്ന് നോക്കിയാൽ എങ്ങനെയിരിക്കും? അവരുടെ സ്വഭാവത്തിൻ്റെ കാതലെന്താണ്? ഖുറാനിലും സൂഫി ദർശനങ്ങളിലും പറയുന്ന 3 അടിസ്ഥാന ഗുണങ്ങളെക്കുറിച്ചാണ് ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത്. എളിമ, പങ്കുവയ്ക്കൽ, സത്യസന്ധത എന്നീ 3 തൂണുകളിലാണ് സൂഫിസത്തിൻ്റെ ഗോപുരം പണിതീർത്തിരിക്കുന്നത്. ആദ്യത്തെ തൂണെന്നത് ഖുഷു ആണ്. സാധാരണ നമ്മൾ കാണുന്ന വിനയമല്ല ഇത്. വിനയമുള്ളവനാണെന്ന് ഭാവിക്കുന്ന ഒരാളുടെ ഉള്ളിൽ വലിയൊരു അഹംഭാവം ഒളിച്ചിരിപ്പുണ്ടാകും. എന്നെപ്പോലെ വിനയമുള്ളവൻ വേറെ ആരുണ്ട് എന്നയാൾ ഉള്ളിൽ ചിന്തിക്കും. എന്നാൽ ഖുഷു എന്നാൽ തൻ്റെ അഹംഭാവത്തെ പൂർണ്ണമായും തിരിച്ചറിഞ്ഞ ഒരാൾക്കുണ്ടാകുന്ന അവസ്ഥയാണ്. അവിടെ അവകാശവാദങ്ങളില്ല. മഞ്ഞുരുകി വെള്ളമാകുന്നത് പോലെ ഞാനെന്ന കല്ലുരുകി പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേരുന്നതാണ് യഥാർത്ഥ എളിമ. നിങ്ങളില്ലാതാകുമ്പോൾ മാത്രം വിരിയുന്ന സുഗന്ധമാണിത്. രണ്ടാമത്തെ തൂൺ കരാമത്ത്. ഇതിനർത്ഥം പരോപകാരം അല്ലെങ്കിൽ ദാനമെന്നാണ്. പക്ഷേ ഇതിന് സൂഫിസം നൽകുന്ന നിർവചനം വിസ്മയിപ്പിക്കുന്നതാണ്. ഒരാൾ കൂലിപ്പണിക്കാർക്ക് ശമ്പളം നൽകിയ ഒരു കഥ ഇവിടെ ഓർക്കാം. രാവിലെ വന്നവനും വൈകുന്നേരം വന്നവനും ഒരേ കൂലി നൽകിയ ഗൃഹനാഥനോട് ആളുകൾ പരാതിപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് അർഹമായത് നൽകി, ബാക്കി നൽകിയത് എൻ്റെ പക്കൽ അധികമുള്ളത് കൊണ്ടാണ് എന്ന്. സൂഫി ദാനം നൽകുന്നത് മറ്റൊരാൾക്ക് ആവശ്യമായതുകൊണ്ടല്ല, മറിച്ച് അയാളുടെ പക്കൽ അധികമായി ഉള്ളതുകൊണ്ടാണ്. ഒരു പുഷ്പം സുഗന്ധം പരത്തുന്നത് പോലെ, ഒരു മേഘം മഴ പെയ്യുന്നത് പോലെ തൻ്റെ ആനന്ദം പങ്കുവയ്ക്കാതിരിക്കാൻ അയാൾക്ക് ഒരിക്കലും കഴിയില്ല. പങ്കുവയ്ക്കലെന്നതൊരു കടമയല്ല, മറിച്ചൊരു ആഘോഷമാണ്. മൂന്നാമത്തെ തൂൺ സിദ്ക്ക്. ഇതിനർത്ഥം വെറുതെ സത്യം പറയുക എന്നല്ല, മറിച്ച് സത്യമായി മാറുക എന്നതാണ്. സത്യസന്ധത ഒരു നയമായി കൊണ്ടു നടക്കുന്നവർ കപടന്മാരാണ്. പ്രയോജനമുള്ളപ്പോൾ മാത്രം സത്യം പറയുന്നതാണല്ലോ നയതന്ത്രം. എന്നാൽ സിദ്ക്ക് എന്നാൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും സത്യത്തോടൊപ്പം നിൽക്കുക എന്നതാണ്. സത്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായ മൻസൂർ അൽ ഹല്ലാജിനെ പോലെ തൻ്റെ ജീവിതം തന്നെ ഒരു സത്യമാക്കുക. മുഖംമൂടികളില്ലാതെ, നാട്യങ്ങളില്ലാതെ നമ്മൾ നമ്മളായിരിക്കുക. ഈ ലോകം മുഴുവൻ അസത്യത്തിലാണെങ്കിലും നമ്മൾ സത്യത്തിൻ്റെ സൂര്യനായി നിൽക്കുക. പ്രിയപ്പെട്ടവരെ, സൂഫിസം എന്നതൊരു പ്രസംഗമല്ല, അതൊരു ജീവിതമാണ്. ഒരു പൂ വിരിയുന്നത് പോലെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രണയം വിരിയട്ടെ. ഈ കുറച്ച് സമയം നമ്മൾ പങ്കുവച്ച അറിവുകൾ നിങ്ങളുടെ ഉള്ളിലൊരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കിയെങ്കിൽ ആ പ്രകാശം മറ്റുള്ളവരിലേക്കും പകരുക. ദിവ്യബോധം എന്നത് നിങ്ങൾ അറിഞ്ഞ സത്യം മറ്റുള്ളവരിലൂടെ കാണുന്ന അവസ്ഥയാണ്. ഓർക്കുക, സൂഫിസം എന്നാൽ ഒരു അപൂർവ ജാലവിദ്യയാണ്. അത് നിങ്ങളെ മാറ്റുകയല്ല, മറിച്ച് നിങ്ങളിലെ കപടതകളെ നീക്കം ചെയ്ത് നിങ്ങളുടെ യഥാർത്ഥ രൂപത്തെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എല്ലാവർക്കും നന്ദി. സ്നേഹമായിരിക്കുക, ആനന്ദമായിരിക്കുക.